إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء 30-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അവലം യറല്ലദീന കഫറു ആ അവിശ്വാസികളായ ആൾക്കാർ കാണുന്നില്ലയോ അന്നസ്സമാവാതി നിശ്ചയമായും ആകാശങ്ങൾ വല്ലുള്ള ഭൂമിയും ഖാനത അവ രണ്ടുമായിരുന്നു റത്ഖൻ ഒട്ടിച്ചേർന്നതായിരുന്നു, അതായത് ഒന്നിച്ചായിരുന്നു. ഫഫതഖ്നാഹുമാ അങ്ങനെ അത് രണ്ടിനെയും നാം വേർപ്പെടുത്തി, അല്ലെങ്കിൽ രണ്ടിനെയും വ്യത്യാസപ്പെടുത്തി. വജഅൽനാഹ നാം അതിനെ ആക്കി മിനൽ മാ വജഅൽനാഹ നാം ആക്കി മിനൽ മാഇ വെള്ളത്തിൽ നിന്നും കുല്ല ഷൈഇൻ ഹയ്യ് കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കളെയും ഹയ്യ് ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അതായത് ജലാംശമുള്ളതാണ് എല്ലാ ജീവവസ്തുക്കളും എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അഫലാ യുമിനൂൻ അവർ ആ കുഫാറുകൾ അവിശ്വാസികൾ വിശ്വസിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ? അന്നസ്സമാവാതി വല്ലർദ് ആകാശങ്ങളും ഭൂമിയും അത് രണ്ടും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു, ചേർന്നു നിൽക്കുന്നതായിരുന്നു. കാനത്താറത്തുക അത് രണ്ടും തന്നെ ചേർന്നു നിൽക്കുന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടിനെയും പിളർത്തി. ചില ആധുനികരായ മുഫസ്സിരീങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നത് ഇത് ശാസ്ത്രം അവകാശപ്പെടുന്ന ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട ആയത്താണെന്നാണ്. പക്ഷേ അല്ലാഹു അലം നമുക്ക് കൃത്യമായി അതിന്റെ അവകാശം പറയാൻ യാതൊരു തരത്തിലുള്ള തെളിവും നമ്മുടെ പക്കലില്ല. പക്ഷേ അതൊരു അവകാശവാദം മാത്രമാകുന്നു. സയൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നാം ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ ഈ ആയത്ത് അതിന് തന്നെ തെളിവാണെന്ന് ഉറപ്പിച്ചു പറയാനുള്ള ഒരു തെളിവും മറ്റ് ഇതിന് ഉപോത്ഫലകമായ മറ്റ് ആയത്തുകളോ ഹദീസുകളോ നമുക്ക് തെളിവായില്ല. ഒരു അനുമാനം മാത്രമാകുന്നു അത്. പക്ഷേ ചില ആൾക്കാർ അത് പ്രചരിപ്പിച്ചു വരുന്നു എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.